എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വെറും 10 സെന്റൻസുകൾ മാത്രമാണ്. ഈ 10 സെന്റൻസുകളും നിങ്ങൾക്ക് ഉപകാരപ്രദമായേക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 സെന്റൻസുകളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്ന എൻ്റെ മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ വാക്യം നോക്കാം. ചുപ് രഹിയേ, മിണ്ടാതിരിക്കൂ. കീപ് ക്വയറ്റ്. ചുപ് രഹിയേ, മിണ്ടാതിരിക്കൂ. കീപ് ക്വയറ്റ്. എങ്ങനെയാ ഹിന്ദി പറയേണ്ടത്? ചുപ് രഹിയേ, ചുപ് രഹിയേ. ഓക്കെ. ഇപ്പൊ ഒരു കൂട്ടം ആളുകള് വളരെ ബഹളം വെക്കുവാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂമിലെ കുട്ടികള് ബഹളം വെക്കുവാണെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്യമാണിത്. ചുപ് രഹിയേ, മിണ്ടാതിരിക്കൂ. അവരെ നമുക്ക് സൈലന്റ് ആക്കാൻ വേണ്ടി ഈ ഒരു സെന്റൻസ് പറയാവുന്നതാണ്. ഇനി കുട്ടികളാണെന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചുപ്, മിണ്ടരുത്, അല്ലെ? കുട്ടികളോട് നമ്മൾ അത്രയും റെസ്പെക്ട് കാണിക്കില്ലേ? ചുപ് രഹി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി റെസ്പെക്ട് ഉള്ള ഒരു വാക്യമാണ്. ഇനി ചുപ് രഹോ, മിണ്ടാതിരിക്കുക, അങ്ങനെ നമുക്ക് പറയാം. അല്ലെങ്കിൽ മിണ്ടരുത് എന്നാണെങ്കിലോ ചുപ് എന്ന് പറയാം. ഓക്കെ. അടുത്തത് ജൽദി ആവോ. ജൽദി ആവോ. നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടോക്കിനിടയിൽ പറയാവുന്ന ഒരു വാക്യമാണിത്. ജൽദി ആവോ, അല്ലെ? ജൽദി ആവോ. ജൽദി മീൻസ് വേഗം, സ്പീഡില്. ആവൂ എന്ന് വെച്ചാൽ എന്താണ്? വാ, അല്ലെ? വരൂ. എന്ന് വെച്ചാൽ ആന എന്ന് വെച്ചാൽ വരിക എന്നാണ് അർത്ഥം. അപ്പൊ ആവോ എന്ന് വെച്ചാൽ വാ. ജൽദി ആവോ, വേഗം വാ. കം ഫാസ്റ്റ്. ജൽദി ആവോ, വേഗം വാ. കം ഫാസ്റ്റ്. ഇനി വന്നാലും എന്നാണെങ്കിൽ ജൽദി ആയിയേ എന്ന് നമ്മൾ പറയണം. അപ്പൊ അവിടെ റെസ്പെക്ട് കൂടുതലാണ്. ജൽദി ആയിയേ, ഒന്ന് വേഗം വന്നാലും, അല്ലെ? വേഗം വരൂ എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ആ രീതിയിലാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ ഇത് ജസ്റ്റ് നമ്മുടെ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ ഇടയിലാണെങ്കിൽ ജൽദിയാ, വേഗം വാ, അല്ലെ? അങ്ങനെ നമുക്ക് സംസാരിക്കാവുന്നതാണ്. അടുത്ത വാക്യമാണ് ധീരെ ചലോ. ധീരെ ചലോ. ധീരെ ചലോ എന്ന് വെച്ചാൽ എന്താ? ധീരെ എന്ന് വെച്ചാൽ പയ്യെ, പതുക്കെ എന്നാണ് അർത്ഥം. ചലോ മീൻസ് നടക്കൂ. ധീരെ ചലോ, പയ്യെ നടക്കൂ, ധൃതി പിടിക്കണ്ട. നമ്മൾ പറയല്ലേ പയ്യെ നടന്നാൽ മതി, പയ്യെ, അല്ലെ? അപ്പോ അതിനെ നമ്മൾ ഹിന്ദി പറയുന്നത് ധീരെ ചലോ, അല്ലെ? പയ്യെ നടക്കൂ. വോക്ക് സ്ലോലി. വോക്ക് സ്ലോലി. ഇനി റെസ്പെക്ട് കൊടുത്താണെങ്കിൽ ധീരെ ചലിയേ, പയ്യെ നടന്നാലും, അല്ലെ? കുഞ്ഞു കുട്ടികളോടൊക്കെ ആണെങ്കിൽ നമുക്ക് ധീരെ ചൽ, പയ്യെ നടക്ക്, അങ്ങനെ പറയാം. ഓക്കെ. അടുത്തത് വളരെ സിമ്പിൾ ആണ്. ഒരാളോട് ഇരിക്കാൻ പറയണമെങ്കിൽ ബൈഠോ, അല്ലെ? ഇരിക്ക്, സിറ്റ്, അല്ലെ? ബൈഠോ, സിറ്റ്, ഇരിക്ക്, അല്ലെ? ഇനി ഒരാളോട് റെസ്പെക്റ്റോടുകൂടി പറയണമെങ്കിൽ ബൈഠിയേ. നമ്മളൊരു കടയിലോ അല്ലെ റെസ്റ്റോറന്റിലോ ഒക്കെ പോവുകയാണെങ്കിൽ അവർ നമ്മളോട് ഇരുന്നാലും വളരെ റെസ്പെക്റ്റോടുകൂടി, ബഹുമാനത്തോടുകൂടി നമ്മളോട് പറയുന്നത് ബൈഠിയേ എന്നായിരിക്കും. ഓക്കെ. ആയിയേ, ബൈഠിയേ, ലിഖിയേ. ഓക്കെ. അപ്പൊ ഈയെ ചേർക്കുന്നത് ഒരുപാട് റെസ്പെക്ട് കൊടുക്കുമ്പോഴാണ്. ജസ്റ്റ് ഇരിക്കാനാണെങ്കിൽ ബൈഠോ, അല്ലെ? അടുത്ത സെന്റൻസ് നോക്കാം. ദർവാസ ഖോലോ. ദർവാസ ഖോലോ. ദർവാസ ഖോലോ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വാതിൽ തുറക്കൂ. ദർവാസ മീൻസ് വാതിൽ, ഡോർ. ഖോലോ, തുറക്കൂ, ഓപ്പൺ, അല്ലെ? ദർവാസ ഖോലോ, വാതിൽ തുറക്കൂ, ഓപ്പൺ ദ ഡോർ. ഓക്കെ. ഇനി നമുക്ക് അതിന് പകരം ഇനി അലമാരി തുറക്കുന്നാണെങ്കിലോ അൽമാരി ഖോലോ. അൽമാരി ഖോലോ, അൽമാരി തുറക്കൂ. അടുത്തത് പായൽ പെഹനോ. പായൽ പെഹനോ. പായൽ പാദസരം. പെൺകുട്ടികളെ കാലിലിടുന്ന പാദസരത്തിനെ നമ്മൾ പായൽ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. ഇനി അത് പായൽ ധരിക്കൂ, അല്ലെ? പാദസരം ധരിക്കൂ എന്നാണെങ്കിലോ ധരിക്കുക എന്നുള്ളതിന് പെഹന്ന, പെഹന്ന. ഓക്കെ. അപ്പൊ പായൽ പെഹനോ, പാദസരം ധരിക്കൂ. വിയർ ദി ആംഗ്ലെറ്റ്. വിയർ ദി ആംഗ്ലെറ്റ്. പായൽ പെഹനോ, പാദസരം ധരിക്കൂ. വിയർ ദി ആംഗ്ലെറ്റ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഷൂസ് ധരിക്കാനാണ് പറയുന്നെങ്കിൽ ഹിന്ദിയിൽ പറയേണ്ടത് ജൂത്തെ പെഹനോ. ജൂത്തെ പെഹനോ. ജൂത്ത ചെരുപ്പ്, പ്ലൂറൽ ആണ്, അല്ലെ? ഷൂസ് ആണ്. അപ്പോ ചെരുപ്പുകൾ, അല്ലെ? ഷൂസ് ഒന്നിലധികമാണ്. അപ്പോ ഷൂ അല്ല ഷൂസ് ആവും. അപ്പോ ജൂത്തെ. ജൂത്തെ പെഹനോ, ഷൂസ് ധരിക്കൂ. ജൂത്തെ പെഹനോ, ഷൂസ് ധരിക്കൂ. ഇൻ ഇംഗ്ലീഷിലാണെങ്കിലോ പുട്ട് ഓൺ യുവർ ഷൂസ്. പുട്ട് ഓൺ യുവർ ഷൂസ്. ഷൂസ് ധരിക്കൂ, ഷൂസ് ഇടൂ എന്നുള്ള
ഷൂസ് ഇടൂ എന്ന് അങ്ങനെയല്ലേ അർത്ഥം. കാല ഷൂസ് എടുത്തിടൂ. അപ്പോ ജൂത്തെ പാനോ, ഷൂസ് ധരിക്കൂ, പുട്ട് ഓൺ യുവർ ഷൂസ്. അടുത്ത വാക്യാണ് പാനി പിയോ. പാനി പീന എന്ന് വെച്ചാൽ വെള്ളം കുടിക്കുക എന്നാണ് അർത്ഥം. ഇനി നമ്മൾ വെള്ളം കുടിക്കാൻ പറയുവാണെങ്കിലോ, ഒരാളോട് കുടിക്കൂ എന്ന് പറയണമെങ്കിൽ പാനി പിയോ. പിയോ മീൻസ് കുടിക്ക് അല്ലെ. പാനി പിയോ വെള്ളം കുടിക്കൂ. ഡ്രിങ്ക് വാട്ടർ. പാനി പിയോ വെള്ളം കുടിക്കൂ. ഡ്രിങ്ക് വാട്ടർ. അടുത്ത വാക്യം നോക്കാം. യ കോൻ ഹേ. യ കോൻ ഹേ ഇതാരാണ്. യ കോൻ ഹേ ഇതാരാണ്. യ മീൻസ് ഇത്, കോൻ ആര്, ഹേ എന്ന് വെച്ചാ ആണ് അല്ലെ. ആണ്, ഇതാരാണ്. യ കോൻ ഹേ ഇതാരാണ്. ഹു ഇസ് ദിസ്. അടുത്തത് കോൻസ. നമ്മളോട് ഒരാളോ ആ ഡ്രസ് ഒന്ന് എടുത്തു തരോ, അല്ലെങ്കിൽ ആ ബുക്ക് ഒന്ന് എടുത്തു തരോ ചോദിക്കുമ്പോ നമ്മൾ ഏതാ എന്നെങ്ങനെ ചോദിക്കാം. കോൻസ. കോൻസ ഏത്. ഏത് ഡ്രസ്സാ നിനക്ക് വേണ്ട. കോൻസ കപ്പട അല്ലെ. ഏത് ബുക്ക്. കോൻസി കിതാബ്. ഓക്കെ. അപ്പൊ ഏത് എന്നുള്ളതിന് കോൻസ അല്ലെങ്കിൽ കോൻസി. സ്ത്രീലിംഗ് വരുമ്പോ അതിന്റെ മുൻപിൽ കോൻസി എന്നാണ് ചേർക്കേണ്ടത്. പുല്ലിംഗാണെങ്കിൽ കോൻസ. കോൻസ കപ്പട, കോൻസി കിതാബ്. ഓക്കെ. കോൻസി അലമാര. ഏത് അലമാര. അപ്പൊ വിച്ച്. കോൻസ ഏത്, വിച്ച്. അപ്പൊ ഇന്ന് നമ്മൾ ഈ 10 വാക്യങ്ങളാണ് പഠിച്ചത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.